ഗൈസ്, കോൺക്രീറ്റ് പണിക്ക് സിമന്റ് കൂട്ടുന്ന പോലെ പാറമടയിലെ ഈ പാറപ്പുറത്ത് നമ്മൾ ഒരു കൂട്ടങ്ങ് കൂട്ടാൻ പോവാണ് കേട്ടോ. ഇവിടത്തെ വൈബിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടുകളിലെ ഏറ്റവും മനോഹരമായ സ്പോട്ടുകളിൽ ഒന്നാണിത്. ഇവിടെ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന തീറ്റയിൽ നമ്മൾ മൂന്ന് ചേരുവകളാണ് വെള്ളം ചേർത്ത് കുഴയ്ക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ മൈദയും പെല്ലറ്റും കൂടെ ചേർത്ത് കുഴച്ച ശേഷം അതിൽ പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണഗതിയിൽ പിരാന്ന് പറഞ്ഞാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ആനയ്ക്ക് ചോറ് ഉരുട്ടുന്ന പോലെ ഈ രീതിയിൽ കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെ എടുത്ത് ഹുക്കിൽ സെറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞിടുമ്പോൾ ഇത് ചെന്ന് വീഴുന്ന ശബ്ദം കേട്ട സത്യം പറഞ്ഞ വെള്ളത്തിൽ തോട്ടിട്ട് പൊട്ടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അബദ്ധവശ ഇനി ഇതെടുത്ത് എറിയുന്ന വഴി വല്ല മീന്റെ തലയിലങ്ങണം വന്നു വീണ സ്പോട്ടിൽ തന്നെ തല പൊട്ടി മയ്യത്തായത് തന്നെ. എന്തായാലും രണ്ട് ചൂണ്ടയിലായി മാവ് സെറ്റ് ചെയ്ത് നമ്മൾ രണ്ട് സ്ഥലത്തേക്ക് എറിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ചൂണ്ടയിടലിലെ വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഇന്ന് നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പാറമടയുടെ നിലയ്ക്കാത്ത ആഴങ്ങളിലേക്കാണ് നമ്മുടെ ചൂണ്ട ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഷാൻ ബ്രോ തൊട്ടടുത്തിരുന്ന് പോൾ റോഡ് ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും നോക്കിയിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ചൂണ്ടയിൽ ഫസ്റ്റ് സ്ട്രൈക്ക് പൊട്ടുന്നത് കേട്ടോ. അടിച്ചിരിക്കുന്ന മീനാണയിൽ നല്ല കുത്തൽ കുത്തിക്കൊണ്ടിരിക്കുവാണെങ്കിലും അത്ര സൈസുള്ള കക്ഷിയല്ല. വരുന്ന വഴിക്ക് ആശാൻ നമ്മുടെ ഷാനവാസ് ബ്രോയുടെ ബ്രൈഡും കൂടെ ചേർത്ത് കുരുക്കി പിണഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ചെറിയ രോഹുവിനെ നമുക്ക് അടിച്ചു കിട്ടിയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആശാൻ മാവ് തിന്നിട്ട് തിരിഞ്ഞു പോകും വഴി ഹുക്ക് കയറി പുറത്ത് പിടിച്ചിരിക്കുകയാണ്. ഇതേ ടൈമിൽ നമ്മുടെ ഷാൻ ബ്രോ മറ്റൊരു അറ്റത്ത് നിന്ന് പോൾ റോഡിൽ കൊയ്യലോട് കൊയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ ഒരു കിൻഡൽ മാവും കളഞ്ഞ് മടയുടെ ആഴങ്ങളിൽ നിന്ന് പിടിക്കുന്ന സെയിം മീനിനെ ആശാൻ ഇവിടെ കരയിൽ നിന്ന് നൈസ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ചൂണ്ടയിടലിനോടൊപ്പം തന്നെ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. മനസ്സിൽ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഒരു ചെറിയ ചൂണ്ടയും കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരുന്നാൽ ആ ഒരു നിമിഷം തൊട്ട് നമ്മൾ ടെൻഷന്റെ കാര്യം മറന്നു പോയിരിക്കും.